നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ബിജെപിയിൽ വൻ ഫണ്ട് വിവാദം. പ്രമുഖ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. തിരുവല്ലം ബൈക്ക് അപകടത്തിൽ വൻ വഴിത്തിരിവ്. ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത് കാർ ഇടിച്ചെന്ന് പോലീസ്. വിഴിഞ്ഞം തുറമുഖ കരാർ ലംഘനം. വിദേശ നിക്ഷേപ വിവാദത്തിൽ സർക്കാരിനെതിരെ വീണ്ടും MP ഗോവിന്ദൻ. കോഴിക്കോട് റെയിൽവേ ക്ലോക്ക് ടവർ തകർന്ന സംഭവം ഗുരുതര വീഴ്ചയെന്ന പ്രാഥമിക വിലയിരുത്തൽ. അടിമാലിയിൽ വനംവകുപ്പിന്റെ ക്രൂരത. 5 വർഷമായി JCB കസ്റ്റഡിയിൽ. യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വാർത്തകൾ വിശദമായി. BJPയിൽ വൻ ഫണ്ട് വിവാദം. പ്രമുഖ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് കേരള BJPയിൽ വൻ അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ ഭാരവാഹികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണം, ഹെലികോപ്റ്റർ, വാഹന വാടക ഇനങ്ങളിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി പാർട്ടിക്കുള്ളിൽ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. വിവാദങ്ങൾ പുറത്തു വന്നതോടെ വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ ഇവർക്ക് ഭാരവാഹിത്വം ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. തിരുവല്ലം ബൈക്ക് അപകടത്തിൽ വൻ വഴിത്തിരിവ്. ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത് കാർ ഇടിച്ചെന്ന് പോലീസ്. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ച 2 IT ജീവനക്കാർ മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. ബൈക്ക് തനിയെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്ന പ്രഥമ നിഗമനം തെറ്റിച്ചുകൊണ്ട് കാർ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തി. അപകടത്തിൽ UST ഗ്ലോബൽ ജീവനക്കാരൻ നവീൻ CB, കിൻഫ്രയിലെ EYGBS ജീവനക്കാരി മൃദുല ആനുമൻ എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത്. ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ടെത്തിയ കാറിന്റെ പെയിന്റാണ് അന്വേഷണത്തിൽ പോലീസിന് നിർണായക സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മാറനല്ലൂർ സ്വദേശിയായ കാർ ഡ്രൈവർ വിഷ്ണുവിനെതിരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ കരാർ ലംഘനം. വിദേശ നിക്ഷേപ വിവാദത്തിൽ സർക്കാരിനെതിരെ വീണ്ടും MP ഗോവിന്ദൻ. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ കരാർ ലംഘന ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുന്നു. വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്ന കമ്പനിക്ക് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തും നിക്ഷേപം നടത്താനാകില്ലെന്ന കരാറിലെ 5 വകുപ്പ് ലംഘിക്കപ്പെട്ടതായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിഴിഞ്ഞത്തു നിന്ന് കേവലം 190 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൂത്തുക്കുടി തുറമുഖത്ത് MSCക്ക് സ്വന്തമായി ടെർമിനൽ ഉണ്ടെന്ന വസ്തുത അദ്ദേഹം ലേഖനത്തിലൂടെ പുറത്തുവിട്ടു. കൃത്യമായ മറുപടി നൽകാതെ കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും MP ഗോവിന്ദൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സർക്കാരിന്റെ അനുമതിയില്ലാതെ മുന്നോട്ടു പോയ അദാനിക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ ക്ലോക്ക് ടവർ തകർന്ന സംഭവം ഗുരുതര വീഴ്ചയെന്ന പ്രാഥമിക വിലയിരുത്തൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ ചരിത്ര പ്രസിദ്ധമായ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. 4 മാസം മുൻപ് തന്നെ 150 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ 2 സെന്റിമീറ്ററോളം വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 3 മാസം മുൻപും 4 ദിവസം മുൻപും കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടവർ പൊളിച്ചു നീക്കാൻ റെയിൽവേ അധികൃതർ നിർമ്മാണ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതിലും ഗുരുതരമായ കാലതാമസം നേരിട്ടിട്ടുണ്ട്. നിലവിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കപ്പെടുകയാണെന്നും ട്രെയിൻ സർവീസുകൾ കടുത്ത നിയന്ത്രണത്തോടെയാണ് തുടരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. അടിമാലിയിൽ വനംവകുപ്പിന്റെ ക്രൂരത. 5 വർഷമായി JCB കസ്റ്റഡിയിൽ. യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. റിസർവ് ഭൂമിയിൽ നിന്ന് മരങ്ങൾ പിഴുതുമാറ്റി വനംവകുപ്പിന് നഷ്ടം വരുത്തിയെന്നാരോപിച്ച് കേസെടുത്തതിനെ തുടർന്ന് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ അജീസ് എന്ന യുവാവ് വനംവകുപ്പ് ഓഫീസിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വെറും 15 ദിവസത്തിനകം വാഹനം തിരികെ നൽകാമെന്ന ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതിനെ വിശ്വസിച്ചാണ് അജീഷ് എന്ന JCB ഹാജരാക്കിയത്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഇദ്ദേഹത്തിന് 35 ലക്ഷം രൂപ വിലമതിക്കുന്ന വാഹനം വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ കാടുകയറിയ നിലയിലാണ് കിടക്കുന്നത്. വാഹനം ലഭിക്കാതിരുന്നിട്ടും പ്രതിമാസം 49,951 രൂപ വീതം വായ്പ തിരിച്ചടവ് നടത്തേണ്ടി വരുന്ന വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ കുടുംബം. സംഭവം വലിയ വാർത്തയായതോടെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.